ഈ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന വേറൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു കേക്കും കൊണ്ടൊരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താത്താൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ചായി. അപ്പോൾ നമ്മുടെ മൂത്ത രണ്ട് കുട്ടികളും മദ്രസയിൽ നിന്ന് പഠിക്കണതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴാണെങ്കിൽ ഇതാ ഈ വാതിലിൻ്റെ മുന്നിൽ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അപ്പം ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു, പക്ഷേ രണ്ട് മൂന്ന് പേരുണ്ട് അവർ. അപ്പോൾ രണ്ടാൾ മദ്രസയിലായതുകൊണ്ട് നമ്മൾ എല്ലാവരും വന്നിട്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ പോയാൽ മതിയെന്നേ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച കേക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അവന് അവഞ്ചേഴ്സും അങ്ങനത്തെ ഉള്ളതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ആ ഒരു തീമിലാണ് നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കുട്ടികൾ. അപ്പം ഏറ്റവും ഇളയാടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മുനവർ എന്നാണ് അവൻ്റെ പേര്. അപ്പം മൂത്തത് ആ ബ്ലാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നവനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു മുബാരിസ് എന്നാണ്. അപ്പോൾ രണ്ടാമത്തത് ആ തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുന്നവന് മുബാറക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ബാക്കി മൂത്തത് രണ്ടുപേരുമാണ് മദ്രസയിൽ നിന്ന് പഠിക്കുന്നത്. അത് അളിയനാണ് കേട്ടോ. അപ്പോൾ താത്ത ഇവിടെ ഇല്ല, താത്ത ഇപ്പം പുറത്താണ്. അപ്പോൾ നമ്മളെല്ലാം കേക്കുമായിട്ട് വന്നിട്ടുണ്ട്. ആ പിള്ളേരെല്ലാം കേക്ക് മുറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഒരു ലേറ്റായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ അങ്ങനെ അവൻ എൻ്റെ വായിലോട്ട് വെച്ചുകൊണ്ട് ഞാൻ അവനും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ. അവനെ വെച്ച് നോക്കുന്നുണ്ട്, അവൻ്റെ അളവാണെന്നാണ് അവൻ നോക്കുന്നത്. അപ്പം പിന്നെ അതെല്ലാം കൊടുത്തിട്ട് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടമായോന്നേ. ഹാപ്പിയാണോ നീ? ഹാപ്പി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തണ്ണിമത്തങ്ങ കളിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ച് കുറച്ചേരം വർത്തമാനം പറഞ്ഞിരുന്ന് പിള്ളേർക്കൊക്കെ ടാറ്റ പറഞ്ഞ് അവർ നാളെ തിരിച്ച് പോവുകയാണ്. അങ്ങനെ എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ അത്രേ ഉള്ളേ. ടാറ്റാ.